നോക്കൂ, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് വെറും 2 വർഷം മാത്രമേ ആകുന്നുള്ളൂ. പക്ഷെ ആ 2 വർഷത്തിനിടയിൽ സാബിത്ത് എന്ന് പറയുന്ന പൊന്നുമോനിലുണ്ടായ മാറ്റം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ മകൻ സാബിത്ത് എന്ന് പറയുന്ന പേര് സ്വീകരിച്ചു. അതിനുശേഷം ഒരു ഹിഫ്ള് കോളേജിൽ മറ്റു കുട്ടികളോടൊപ്പം ഖുർആനും അതോടൊപ്പം ഇസ്ലാമികമായ പഠനങ്ങളുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വളരെയധികം മനോഹരമായ കൊണ്ട് സാബിത്ത് ബാങ്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല മധുരമായ ശബ്ദത്തിൽ ശ്രവണസുന്ദരമായ ബാങ്ക് വിളിയാണ് ആ പൊന്നുമോൻ പള്ളിയിൽ വിളിക്കുന്നത്. ആ വീഡിയോ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. حي على الفلاح حي على മാഷാ അല്ലാഹ്, എത്ര മനോഹരമാണ്. നോക്കൂ, ആ പൊന്നുമോൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അത് കേൾക്കാൻ നല്ല രസമുണ്ട്. നല്ല മനോഹരമായ സ്വരത്തിൽ, നല്ല കേൾക്കാൻ നല്ല ഇമ്പമാർന്ന നല്ല മനോഹരമായ ബാങ്ക് വിളി. നോക്കി, ഈ ബാങ്ക് വിളിക്കുന്നത് ഞാൻ തുടക്കത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം വെറും 2 വർഷം മാത്രമാകുന്ന ഒരു കുട്ടിയാണ്. വളരെ മനോഹരമായിട്ടാണ് ഓരോ അക്ഷരങ്ങളും ഉച്ചരിക്കുന്നത്. നമുക്കറിയാം, ഈ അറബി അക്ഷരങ്ങളെന്ന് പറയുന്നത് മറ്റു അക്ഷരങ്ങളെ പോലെയല്ല. വളരെയധികം കൃത്യമായി സൂക്ഷിച്ചു വേണം ഓരോ അക്ഷരങ്ങളും പറയാനും ഉച്ചരിക്കാനുമെല്ലാം. അത്തരത്തിൽ മനോഹരമായി കൊണ്ടാണ് സാബിത്ത് എന്ന് പറയുന്ന പൊന്നുമോൻ ബാങ്ക് വിളിക്കുന്നത്. ബുള്ളറ്റ് മാനു എന്ന് പറയുന്ന ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന സഹോദരൻ, അദ്ദേഹമാണ് ഈ പൊന്നുമോനെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കാം. നിറകണ്ണുകളോടെയെല്ലാം നമുക്കിത് കേൾക്കാൻ പറ്റിയിട്ടുണ്ടാൽ ചിലപ്പോൾ ചിലരുടെയെങ്കിലും ഈ ബാങ്ക് കേട്ടിട്ടുള്ള ആളുകളുടെ, എന്നാൽ അതിലും സുന്ദരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാനുണ്ട്. നമ്മളെ സാബിത്ത് 2 വർഷമായിട്ടുള്ളൂ നമ്മളെ ഇസ്ലാമിലേക്ക് വന്നിട്ട്. ഇത്രയും ഇത് ഉസ്താദുമാരെ ഞാൻ ആദ്യം തന്നെ എൻ്റെ സ്നേഹവും കടപ്പാടൊക്കെ അറിയിക്കുകയാണ്. ഇത് പഠിപ്പിച്ചെടുത്ത്, അല്ലെങ്കിൽ തജ്വീദ് ഇത്രത്തോളം അക്ഷരസ്ഫുടതയൊക്കെ പഠിപ്പിച്ചെടുത്തിട്ട് ഈ ഒരു ഉച്ചാരണ ശൈലിയിൽ ബാങ്ക് കൊടുക്കാൻ പഠിപ്പിച്ചിട്ടുള്ള ഇത് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഉസ്താദുമാർ അവർ സമ്മതിച്ചേ മതിയാകും. ഈ 2 വർഷത്തിനിടയിൽ ഈ കുട്ടിയെ ഇത്രയധികം മനോഹരമായി പഠിപ്പിച്ച ആ ഉസ്താദുമാർക്ക് അവരോട് എത്ര നന്ദിയും കടപ്പാടും പറഞ്ഞാലും മതിയാവുകയില്ല. മാത്രമല്ല, സാബിത്ത് എന്ന് പറയുന്ന പൊന്നുമോൻ വളരെയധികം മനോഹരമായി കൊണ്ട് മധുഗാനങ്ങളും മറ്റും ആലപിക്കാറുമുണ്ട്. നോക്കൂ, മുസ്ലിമായി ജനിച്ചവർ അവർ അവസാനം അവരുടെ ആക്കിബത്തെല്ലാം നഷ്ടപ്പെട്ട് ഒരു അമുസ്ലിമായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവിടെ മറ്റൊരു മരത്തിൽപ്പെട്ട പൊന്നുമോൻ ഇസ്ലാം സ്വീകരിക്കുകയും മനോഹരമായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായി ജനിച്ചതുകൊണ്ടോ ഒരു മുസ്ലിം പേരുള്ളതുകൊണ്ടോ ഒന്നുമാകില്ല. നേരെ മറിച്ച് നമ്മുടെ ആക്കിബത്ത്, നമ്മുടെ അവസാനം അത് എങ്ങനെയാകുമോ അവിടെയാണ് എല്ലാം നിശ്ചയിക്കപ്പെടുന്നത്. ആ പൊന്നുമോന് ഇനിയും ഒരുപാട് വർഷക്കാലം ബാങ്ക് വിളിക്കാൻ, ആ ബാങ്ക് വിളി ലോകമെമ്പാടും പ്രശസ്തി ആർജിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ശബ്ദം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോന് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. സകല യുക്തിവാദികളെയും സകല ഇസ്ലാമിക വിരുദ്ധർക്ക് മനോഹരമായ ഒരു മറുപടിയായിട്ടാണ് കളക്ടറായിട്ടുള്ള ഡോക്ടർ ശ്രീ ദിവ്യ എസ് അയ്യർ രംഗത്തെത്തിയത്. ആ കളക്ടറിൻ്റെ ഒരു പ്രഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയാണ്. നമുക്കറിയാം, ഇസ്ലാമിക വിരുദ്ധരും കുറേ എക്സ് മുസ്ലിം എന്നറിയപ്പെടുന്ന കുറേ ആളുകളുമൊക്കെ നിരന്തരമായി കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ് ജിഹാദികൾ, സുഡാപ്പികൾ, അങ്ങനെ നിരന്തരമായിട്ടുള്ള കുറേ വാക്കുകൾ. അത്തരത്തിലുള്ള പല മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ നിരന്തരമായി കൊണ്ട് ഇത്തരം ആളുകൾ പരിഹസിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്. നാഴേക്ക് 40 വട്ടം ജിഹാദികൾ എന്ന് വിളിക്കുമ്പോൾ ആ ജിഹാദി എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും ഇത്തരം വിഡ്ഢികൾക്കറിയില്ല എന്നുള്ളതാണ്. നോക്ക്, ഹിന്ദുമത വിശ്വാസിയായ കളക്ടറായിട്ടുള്ള ദിവ്യ എസ് അയ്യർ മനോഹരമായി കൊണ്ട്
ജിഹാദ് എന്താണ്, ജിഹാദ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനോഹരമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. ജിഹാദ് എന്നുള്ള ഒരു വാക്ക് നമ്മളിന്ന് ലോകമെമ്പാടും പലരും പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ച് കേൾക്കാറുണ്ട്. ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്, അറബിക് ഭാഷയിലെ അർത്ഥം എന്താണ്? ഖുറാനിൽ ജിഹാദ് എന്നുള്ള വാക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 41 ഇടങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഖുറാനിൽ ഉപയോഗിച്ചിട്ടുള്ള ജിഹാദ് എന്നുള്ള വാക്കിൻ്റെയും അതിൻ്റെ പല സന്ദർഭങ്ങളും എന്താണ് എന്നൊക്കെയുള്ളത് ഈ ഒരു പുസ്തകം വായിച്ചതിന് ശേഷം അതിലേക്കൊന്ന് കടക്കാനായിട്ടുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായി. ജിഹാദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സമരനിരതമായിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളതാണ്, നിരന്തരമായിട്ടുള്ള പരിശ്രമം എന്നുള്ളതാണ്, ഒരുപക്ഷെ യാതന എന്നുള്ളതാണ്. അന്യനെ നശിപ്പിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. തീവ്രപക്ഷത്തേക്ക് ചേരുക, അണിനിരക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം. നോക്കി എത്ര മനോഹരമായിട്ടാണ് ജിഹാദ് എന്ന് പറയുന്ന പദത്തിനെ അവർ നിർവചിക്കുന്നത്. നോക്കിയത് പറയുന്നത് ഒരു ഹിന്ദുമത വിശ്വാസിയായ ഒരു സഹോദരിയാണ്. മാത്രമല്ല അവർ ഒരു കളക്ടർ കൂടിയാണ്. നോക്കൂ, ജിഹാദ് എന്ന് പറയുന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്നുള്ളത് ഇത് പറഞ്ഞു വെക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. ഇതിനു മുമ്പും നിരവധി ആളുകൾ, നിരവധി മതപണ്ഡിതന്മാർ ജിഹാദ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത്തരം ആളുകളുടെ തലയിൽ കയറില്ല. എന്തൊക്കെ പറഞ്ഞാലും അത് വെറും പച്ചക്കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പ്രതികരിക്കുകയാണ് ഇത്തരം വിഡ്ഢികൾ ചെയ്യാറുള്ളത്. നോക്കിയത് പറയുന്നത് കളക്ടറാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത്. സിവിൽ സർവീസിലെ എക്സാം പാസ്സാവുക എന്ന് പറയുന്നത് അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. നല്ല രീതിയിലുള്ള ബുദ്ധിയും വിവേകവുമുള്ള, നല്ല ബുദ്ധിശക്തിയും നല്ല കഴിവുമുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം പരീക്ഷകളിൽ പാസ്സായി ഇതുപോലെയുള്ള കളക്ടർ സ്ഥാനത്തേക്കും IPS സ്ഥാനത്തേക്കുമൊക്കെ എത്താൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു ബുദ്ധിജീവിയായ ഒരു കളക്ടറായിട്ടുള്ള, അതും ഒരു ഹിന്ദുമത വിശ്വാസിയായ ദിവ്യ S. അയ്യർ, അവരാണ് ജിഹാദ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ഇത്തരം ആളുകൾക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നത്. നോക്കി, ഇവരുടെ ഒരു പ്രഭാഷണം കേരളത്തിലെ സകലമാന ഇസ്ലാമിക വിരോധികൾക്കും നല്ലതുപോലെ കൊണ്ടിട്ടുണ്ട്. സംഖ്യകളുടെ പണം പറ്റി ജീവിക്കുന്ന ആരിഫ് ഹുസൈനും ഫസൽ കാരാട്ടും ജാമിദയും ജബ്ബാറും C. രവിചന്ദ്രനും അടക്കമുള്ള സകലതിനും ഈ ഒരു വീഡിയോ നല്ലതുപോലെ കൊണ്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കളക്ടറിന് പകരം മറ്റാരെങ്കിലുമാണ് ഇതുപോലെ സംസാരിക്കുന്നത് എങ്കിൽ പിന്നെ എന്താകുമായിരുന്നു അവസ്ഥ? അവരെയും ഇത്തരത്തിൽ തീവ്രവാദിയെന്നും ജിഹാദിയെന്നും സുഡാപ്പിയെന്നും പലതരം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അപമാനിക്കുമായിരുന്നു, പരിഹസിക്കുമായിരുന്നു. പക്ഷെ പറയുന്നത് കളക്ടറായതുകൊണ്ട് അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഇത്തരം ചാപ്പ കുത്തിക്കഴിഞ്ഞാൽ നല്ല മുട്ടൻ പണി കിട്ടുമെന്ന് ഇത്തരം ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ വളരെയധികം മാന്യമായിട്ടാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്. നിങ്ങൾക്ക് വിവരമുള്ളവരും വിവരമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മുടെ വിഷയം ജിഹാദാണ്. അത് തിന്മയാണ് എന്ന് ആർക്കും, ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ എന്റെ പൊസിഷൻ ഇത്രയേ ഉള്ളൂ. ജിഹാദ് ഈസ് ഈവിൾ, അത് തിന്മയാണ്, അത് പൈശാചികതയാണ് എന്നും കൂടി പറയുന്നതാണ് ശരി. നിങ്ങൾ ജിഹാദിനെ വെളുപ്പിച്ചാലും ശരി, നിങ്ങളൊരു വെറും കാഫിറാണ്. കലിമ അറിയില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരിൽ കറങ്ങി നടന്നാൽ ചിലപ്പോൾ ഓട്ടയാവും, അരിപ്പയാകും എന്നുകൂടിയാണ് എനിക്ക്. ജിഹാദ് എന്ന് പറയുന്ന പദത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് മറ്റുള്ളവർക്കിടയിൽ, മറ്റു മതസ്ഥർക്കിടയിൽ മുസ്ലിമുകളോട് വെറുപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ. 2 കല്യാണം കഴിച്ചിട്ട് അതിൽ കുട്ടികളൊക്കെ ഉണ്ടായി ആ കുട്ടികൾക്ക് ചെലവിന് പോലും കൊടുക്കാത്തവനാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. തന്നെ നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയ തൻ്റെ ഉമ്മയുടെ, വർഷങ്ങൾക്ക് മുമ്പുള്ള തൻ്റെ ഉമ്മയുടെ വയറ് കാണിക്കുന്ന ഒരു ചിത്രം തൻ്റെ കയ്യിലുണ്ടെന്നും ഇനി എങ്ങാനും എന്നെക്കുറിച്ച് പ്രതികരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ ചിത്രം സമൂഹമാധ്യമങ്ങളിലൂടെ കാണിച്ച് ആ ഉമ്മയെ മോശമാക്കുമെന്ന് പറഞ്ഞവനാണ് ഈ പറഞ്ഞു വെക്കുന്നത്. കുറേ കാലം ഡോക്ടറാണെന്ന് പറഞ്ഞു നടന്നു. അവസാനം ആ ഡോക്ടർ പട്ടവും പോയി. അങ്ങനെ സമൂഹത്തിന് യാതൊരുവിധ ഗുണവുമില്ലാതെ നാട്ടിലും വീട്ടിലും കയറ്റാൻ കൊള്ളാത്തവനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ നാം മുമ്പ് കേട്ടത് നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള, നല്ല കുടുംബമായി ജീവിക്കുന്ന, സിവിൽ സർവീസ് പരീക്ഷയിലൂടെ പാസ്സായി IAS എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ശ്രീമതി ഡോക്ടർ ദിവ്യ S. അയ്യറിൻ്റെ വാക്കുകളാണ് നാം എല്ലാവരും കേട്ടത്. ഇതാണ് വിവരമുള്ളവരും വിവരമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, സത്യം എത്ര നാൾ മൂടിവെച്ചാലും ആ സത്യം ഒരു നാൾ ലോകം തിരിച്ചറിയുക തന്നെ ചെയ്യും. അത് ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ആ സത്യം ലോകം മനസ്സിലാക്കും. അതുപോലെ തന്നെയാണ് ഇസ്ലാമിനെതിരെ ആരൊക്കെ എന്തൊക്കെ വ്യാജമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടാലും, കള്ളത്തരങ്ങൾ പറഞ്ഞ് അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചാലും ഇസ്ലാമിൻ്റെ മഹത്വം
അത് ലോകം ഒരു നാൾ തിരിച്ചറിയുക തന്നെ ചെയ്യും.